മീഷോന്നും ആമസോണിന്നും ആയിട്ട് കുറച്ചധികം സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റാൻഡം ഹോൾ വീഡിയോ ആണ് കേട്ടോ ഇന്ന്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഇപ്രാവശ്യം ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. കുറേ നാളായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ ഇതാ ഈ ഒരു ഓർഗനൈസറാണ്. ഇത് നമുക്ക് റൂമിലേക്കോ അല്ലെങ്കിൽ കിച്ചണിലേക്കോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ഇപ്പോൾ റൂമിൽ നമ്മളുടെ മേക്കപ്പ് പ്രോഡക്റ്റ് അതുപോലത്തെ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ അല്ലെങ്കിൽ കിച്ചണിൽ ഓരോ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ളൊരു ബോക്സാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്, അതുപോലെ തന്നെ നല്ല പ്രീമിയം ക്ലാസി ലുക്കും ഉണ്ട് കേട്ടോ. എനിക്കിത് നന്നായിട്ട് ഇഷ്ടമായി. ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സൊക്കെ യൂസ് ചെയ്യുന്നതിലും ഒന്നും കൂടി ബെറ്റർ ഇതുപോലത്തെ കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യുന്നതാട്ടോ. പിന്നെ ഇത് ഗ്ലാസ് അല്ല, ഫൈബർ ആണ്, അതുകൊണ്ട് പൊട്ടിപ്പോകുന്ന പേടിക്കണ്ട. ഇനി അടുത്തത് മോന് വേണ്ടി വാങ്ങിച്ചിട്ടുള്ളൊരു ലേണിംഗ് ടോയ് ആണ്. ഇത് ഞാൻ കുറേ നാളായിട്ട് തപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഓരോരോ വീഡിയോസൊക്കെ കണ്ടിട്ട് കുറേ നാളായിട്ട് ഇത് തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴാണ് ഇത് ആമസോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ ചെറിയൊരു മാഗ്നറ്റിൻ്റെ പെന്ന് പോലെ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഈ ബോൾസ് കറക്റ്റ് കളറിലുള്ള ഈ ഐസ്ക്രീം കോൺസിലേക്ക് ആക്കി കൊടുക്കുക. അങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇതും അപാര ക്വാളിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. കുട്ടികളുടെ ഹാൻഡ് ഐ കോർഡിനേഷൻ ഇമ്പ്രൂവ് ചെയ്യിക്കാനും ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ കളേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനും നമ്പേഴ്സ് പഠിക്കാനും എല്ലാത്തിനും കൂടി ഈ ഒരൊറ്റ ടോയ് മതി കേട്ടോ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. കുട്ടികളെ കുറേ സമയം എൻഗേജ്ഡ് ആക്കി ഇരുത്താൻ പറ്റിയിട്ടുള്ളൊരു ടോയ് ആണ് കേട്ടോ. അടുത്തത് ഇൻസ്റ്റാഗ്രാമിൽ 3.5 മില്യണിൽ കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുള്ള എൻ്റെ വൈറലായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇത് നമ്മളുടെ പാത്രമൊക്കെ കഴുകാൻ യൂസ് ചെയ്യുന്ന വയർ ക്ലോത്ത് ആണ്. ഇത് ഞാനിപ്പോൾ 10 എണ്ണം വരുന്ന സെറ്റാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അതിന് ജസ്റ്റ് 90 രൂപയിട്ടേ വന്നിട്ടുള്ളൂ കേട്ടോ. ഇത് എനിക്ക് എന്തായാലും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. വേറെ ഏത് സ്ക്രബ് യൂസ് ചെയ്യുന്നതിനേക്കാളും എനിക്കിഷ്ടമായിട്ടുള്ളത് ഈ ഒരു വയർ ക്ലോത്ത് യൂസ് ചെയ്യാനാണ് കേട്ടോ. കാരണം എല്ലാ പാത്രങ്ങളും ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അതായത് നമ്മളുടെ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ വരെ ഇത് യൂസ് ചെയ്യാം. പിന്നെ ഇതൊരു ക്ലോത്ത് ടൈപ്പ് ആയതുകൊണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ കുറഞ്ഞ റേറ്റിന് നമുക്ക് കുറേ എണ്ണം കിട്ടും. അപ്പോൾ ഇത് തന്നെയല്ലേ അടിപൊളി. ഇതൊരു ഡബിൾ സൈഡ് ടാപ്പാണ് കേട്ടോ, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള. നമുക്ക് ഈ ഫോട്ടോസൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് ഈ ഒരു സ്കാൽപ്പ് മസാജറാണ്. ഇത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയതുകൊണ്ടാണ് കേട്ടോ ഇത് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ മുന്നേ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഈ സ്കാൽപ്പ് മസാജർ. അതിപ്പോൾ ഷാമ്പൂ ഇട്ടിട്ടാണെങ്കിലും ഓയിൽ വെച്ചിട്ടാണെങ്കിലും ഒക്കെ ഞാൻ ഇത് വെച്ചിട്ട് മസാജ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കോംബോ ഓഫറിലും കിട്ടും കേട്ടോ, നല്ല അഫോർഡബിൾ ആണ്. അടുത്തത് എല്ലാ ഡിജിറ്റൽ ക്രിയേറ്റേഴ്സിൻ്റെ കയ്യിലും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സംഭവമാണ് കേട്ടോ. ഇത് കുറേ നാളായിട്ട് ഞാനിങ്ങനെ വാങ്ങിക്കണ്ടേ രണ്ട് മനസ്സിലിരുന്നതാണ് കേട്ടോ. ഇപ്രാവശ്യം ഞാൻ എന്തായാലും കണ്ണും പൂട്ടി വാങ്ങിച്ച്. ക്വാളിറ്റി എത്രത്തോളം ഉണ്ടാവും എന്നുള്ളതായിരുന്നു ഡൗട്ട്. പക്ഷേ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. കാരണം അപാര ക്വാളിറ്റിയാണ് കേട്ടോ. കണ്ടോ, മെറ്റലിലാണ് വന്നിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. ഇതൊരു ട്രൈപോഡാണ് കേട്ടോ, മാഗ്നറ്റിൽ വരുന്ന ട്രൈപോഡാണ്. ഇവിടെ വാക്വം ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഏത് സ്മൂത്ത് ആയിട്ടുള്ള സർഫേസിലും ഇത് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നവരാണെങ്കിലും ഔട്ട്ഡോറിൽ വീഡിയോസ് എടുക്കുന്നവരാണെങ്കിലും നമ്മൾ ഈ വലിയ ട്രൈപോഡും കയ്യിൽ പിടിച്ച് പോകേണ്ട ആവശ്യമില്ല. അതാ ഈ ഒരു കുഞ്ഞു സാധനം നമ്മളുടെ പേഴ്സിലിട്ട് അല്ലെങ്കിൽ പോക്കറ്റിലിട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള കുഞ്ഞു ട്രൈപോഡ് മതി. ഇതിൻ്റെ ഒരു സൈഡിൽ വാക്വമും അടുത്ത സൈഡിൽ ഇത് മാഗ്നറ്റും ആണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വാക്വം വന്നിട്ടുള്ള ഭാഗം നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഏത് സർഫേസിലും ഫിക്സ് ചെയ്യാം. ആ ഒരു മാഗ്നറ്റ് വന്നിട്ടുള്ള ഭാഗത്ത് നമ്മളുടെ ഫോണ് ഇതാ ജസ്റ്റ് ഒന്ന് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതാ ഇതിൻ്റെ കൂടെ 2 മാഗ്നറ്റിൻ്റെ റിങ്ങും കൂടെ കിട്ടുന്നുണ്ട്. ഇത് ഫോണിൻ്റെ ബാക്കിൽ ഒട്ടിച്ച് കൊടുത്താൽ നിങ്ങളുടെ കയ്യിൽ ഏത് ഫോണാണെങ്കിലും അത് ഈ ഒരു മാഗ്നറ്റ് ട്രൈപോഡിൽ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇതും ഡിജിറ്റൽ ക്രിയേറ്റേഴ്സിന് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. സിലിക്കോണിൻ്റെ സക്ഷൻ പാഡാണ്. ഇത് നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. ഒരെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാം. ജസ്റ്റ് ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള ഒരു ടാപ്പ് പൊളിച്ചെടുത്തിട്ട് നമ്മളുടെ ഫോണിൻ്റെ ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഫോൺ നമുക്ക് എവിടെ വേണമെങ്കിലും സ്റ്റിക്ക് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്മൂത്ത് ആയിട്ടുള്ള എല്ലാ സർഫേസിലും ഈ ഒരു ഫോൺ നമുക്ക് ഫിക്സ് ചെയ്യാം. അടുത്തതും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. ന്യൂ ബോൺ ബേബീസിനെയൊക്കെ കാണാൻ പോകുമ്പം അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മെയിനായിട്ട് വാങ്ങിക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. കാരണം ഒന്നാമത് ഇത് നല്ല പാക്കേജിങ്ങിലാണ് വന്നിട്ടുള്ളത്. കണ്ടോ, നല്ല അടിപൊളി പാക്കേജിങ്ങിലാണ്. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടവലാണ് കേട്ടോ. സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു മക്കൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടവലാണ്.
അതും ഒരു പാക്കേജിങ്ങിൽ 2 ടവലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒന്ന് ദാ ഇത്രയും നീളവും വീതിയൊക്കെ വരുന്ന ടവലും പിന്നെ ഇതിൻ്റെ ചെറിയ സൈസ് ഒരു ടവലും കൂടി ഉണ്ട് കേട്ടോ. വെള്ളം നന്നായിട്ട് വലിച്ചെടുക്കുന്നത് കൊണ്ടും നല്ല സോഫ്റ്റ് ആയതുകൊണ്ടും ഞാൻ തല തോർത്താനൊക്കെ ഈ ടവലും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല എഫോർഡബിൾ റേറ്റിൽ കിട്ടുന്ന ബെസ്റ്റ് ഒരു ടവലാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. ഇനി അടുത്തത് ഈ ഒരു ഗ്ലൗ സ്ക്രബാണ്. നമ്മളുടെ ഫുൾ ബോഡി എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഗ്ലൗ സ്ക്രബാണ് കേട്ടോ. എനിക്ക് ഈ ലൂഫിയൊക്കെ യൂസ് ചെയ്യുന്നതിലും ഒന്നും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതുപോലെയുള്ള ഗ്ലൗ സ്ക്രബുകൾ യൂസ് ചെയ്യുമ്പോഴാണ് കേട്ടോ. കാരണം സിമ്പിളായിട്ട് നമുക്കിത് യൂസ് ചെയ്യാനും പറ്റും, പിന്നെ നമ്മളുടെ ഫുൾ ബോഡി നല്ല സ്മൂത്തായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാനും പറ്റും. അതും ഒട്ടും നമ്മളുടെ സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യൂല കേട്ടോ. അതായത് ഭയങ്കര സ്മൂത്താണ്, ഒട്ടും ഹാർഷല്ല. നമ്മളുടെ ബോഡിയിലുള്ള ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റാണ് കേട്ടോ. ഇതും മസ്റ്റ് ബൈ ആയിട്ടുള്ളൊരു ഐറ്റാണ്. ഇനി അടുത്തതൊരു സ്പ്രേ ബോട്ടിലാണ്. സാധാരണ സ്പ്രേ ബോട്ടിലല്ല, ഇത് ഓയിൽ സ്പ്രേ ചെയ്യുന്ന ബോട്ടിലാണ് കേട്ടോ. ഞാനിപ്പോൾ കുറേ വീഡിയോസിലായിട്ട് കാണുന്നുണ്ട്, നമ്മൾ ഈ മുട്ട പൊരിക്കുന്ന സമയത്ത് അതുപോലെ ഗ്രില്ല് ചെയ്യുന്ന സമയത്തൊക്കെ ഓയിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളി ഒരു ഐറ്റാണ് കേട്ടോ. ഇത് 2 ടൈപ്പിൽ വരുന്നുണ്ട് കേട്ടോ. ഗ്ലാസിൻ്റെ ബോട്ടിലും വരുന്നുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലും വരുന്നുണ്ട്. ഗ്ലാസിൻ്റെ ബോട്ടിൽ ഞാൻ പെട്ടെന്ന് പൊട്ടിക്കുന്നുള്ളതുകൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ എപ്പോൾ ഓയിൽ ഒഴിക്കുകയാണെങ്കിലും കൂടി പോകും കേട്ടോ. ഇപ്പോൾ കുറച്ച് ഓയിൽ വേണ്ട സ്ഥലത്ത് ഞാൻ കൂടുതൽ ഓയിൽ ഒഴിക്കും. അപ്പോൾ ഇതുപോലുള്ള സ്പ്രേ ബോട്ടിലാകുമ്പോൾ നമുക്ക് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ, കൂടുതൽ ഓയിൽ ആവുമെന്ന് പേടിക്കണ്ട. ഇത് ഞാൻ ഓർഡർ ചെയ്തത് തന്നെ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഹാൻഡ് ടവലാണ്. ഹാൻഡ് ടവലിൻ്റെ 3 എണ്ണം വരുന്നൊരു സെറ്റാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുണ്ട് അല്ലേ കാണാൻ. നമുക്ക് കിച്ചണിലേക്കും അതുപോലെ തന്നെ ബാത്റൂമിലേക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. മൈക്രോ ഫൈബറാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്. വെള്ളമൊക്കെ പെട്ടെന്ന് വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും ഒരു മസ്റ്റ് ബൈ ആയിട്ടുള്ള ഐറ്റമാണ്. ഇനി ഇത് വന്നിട്ട് ഫോർക്കാണ് കേട്ടോ. കുട്ടികൾക്ക് യൂസ് ചെയ്യുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള കാർട്ടൂൺ ടൈപ്പിൽ വരുന്ന ഫോർക്കാണ്. ഇത് ഞാനിങ്ങനെ ഓരോ സംഭവം സെർച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് കണ്ട ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് നല്ല ക്യൂട്ടായിട്ട് തോന്നിയോണ്ട് വാങ്ങിച്ചതാണ്. പക്ഷേ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ നല്ല യൂസ്ഫുള്ളും കൂടിയാണ് കേട്ടോ. കുട്ടികൾക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടമാവും. ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കുമ്പോൾ ഇതുപോലെ കുത്തി കൊടുക്കുകയാണെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കാനും കൂടി അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഈ നഴ്സറിയിലൊക്കെ പോകുന്ന കുട്ടികൾക്ക്, സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് ഫ്രൂട്ട്സ് ഒക്കെ കൊടുത്ത് വിടുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഫോർക്ക് കൂടി കുത്തി കൊടുത്ത് വിടുകയാണെങ്കിൽ അവർക്ക് ഈസിലി കഴിക്കാനും പറ്റും. പിന്നെ ടിഫിൻ ബോക്സിലൊക്കെ കൊള്ളുന്ന കുഞ്ഞ സൈസും ആണല്ലോ. പിന്നെ 10 എണ്ണം വരുന്നൊരു സെറ്റാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള ഈ ഐറ്റംസ് എല്ലാം നല്ല എഫോർഡബിൾ ആണ്, യൂസ്ഫുൾ ആണ്, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഐറ്റംസ് കൂടിയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.